റെയിൽവേയുടെ ഒരു വലിയ മോട്ടറുണ്ട്, അത് ഹെൽപ്പ് അസ് ടു സെർവ് യു ബെറ്റർ എന്നാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കുക, അതാണ് അതിൻ്റെ ഒറ്റ അർത്ഥം. ഭൂരിപക്ഷം ആവശ്യങ്ങളും അവയെല്ലാം അനുഭാവപൂർവ്വം കേൾക്കുകയും മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ അടുത്തെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും എന്നാൽ ചെയ്തു കഴിയാൻ പറ്റും. നിങ്ങളുടെ വകുപ്പിലേക്കുള്ള എത്രയോ അപേക്ഷകളാണ് ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് എന്നുള്ളത് വെച്ച് തന്നെ എനിക്കറിയാം എന്തെല്ലാം ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്നോടത് വിശദമായി പറയേണ്ടതായിട്ടില്ല. എനിക്ക് വരുന്ന ഒരുപാട് ആവശ്യങ്ങളിൽ നിങ്ങളുടെ വകുപ്പിലേക്കുള്ള കാര്യങ്ങളുണ്ട്, അത്രയധികമുണ്ട്. അത്രയും അതൊരു വലിയ ഒന്നൊന്നായി പരിഹരിക്കുക എന്നുള്ളതല്ല, ഒരു പോളിസി ചേഞ്ചിലൂടെ ഒരു വലിയ പരിഹാരം ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും പ്രതിവിധി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം നടത്താൻ നമുക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ. ചില പിള്ളേരെ പറ്റി നമ്മൾ പറയും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങോട്ട് പോകണ്ട, അവനോട് പറയണ്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നമ്മൾ മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സൗകര്യങ്ങളും കറണ്ട് കണക്ഷന് ആനുപാതികമായ ലൈൻമാനോ, ആളുകൾക്ക് ആനുപാതികമായ പോലീസോ, യാത്രക്കാർക്ക് ആനുപാതികമായ ബസ്സുകളിലെല്ലാം നിന്നു പോകുന്ന യാത്രക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രെയിനിൽ നിങ്ങൾ റിസർവ് ചെയ്യാൻ പോയാൽ അവിടെ ചിലപ്പോൾ ടിക്കറ്റ് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് 200-300 പോകും. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പരാതി പറയുന്നതിൽ നിങ്ങൾ 30-40 ആയി പോകും. ഇത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ 200 കൊല്ലം ചൂഷണം ചെയ്യപ്പെട്ട ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഭാഗമാകുകയും എന്നാൽ ഇത്രയും മൂന്നാം ലോക രാഷ്ട്രങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശീലമായിട്ടുള്ളതുമായ അവരുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ളതുമായ ഒരു പ്രശ്നമാണ് ഇവിടെ പറഞ്ഞതിലെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾ. ആളിൻ്റെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണം, ആവശ്യമുള്ള സേവനങ്ങളുടെ എണ്ണം, സേവകരുടെ എണ്ണം, ഇത് തമ്മിലുള്ള ഒരു പ്രപ്പോർഷനിലുള്ള വ്യത്യാസം നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു മിക്ക മേഖലകളിലുമുണ്ട്. അത് കാലങ്ങളായിട്ടുണ്ട്. അവിടെയാണ് ഈ സംഘടന ഇത്രയും നാൾ നിലനിൽക്കുകയും അവിടെ തൊഴിലാളികളുടെ, അവിടുത്തെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുകൂടി എപ്പോഴും മാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് മുന്നിൽ വരുന്നവരെല്ലാം ആവശ്യങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിരന്തരം നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. റെയിൽവേയുടെ ഒരു വലിയ മോട്ടറുണ്ട്, അത് ഹെൽപ്പ് അസ് ടു സെർവ് യു ബെറ്റർ എന്നാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കുക, അതാണ് അതിൻ്റെ ഒറ്റ അർത്ഥം. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. അവിടെ തന്നെ ഇത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത ഒരു സ്വതന്ത്ര സംഘടനയാകുന്നു. സ്വാതന്ത്ര്യം എന്ന വാക്ക് നമുക്ക് വളരെ സുന്ദരമായ ഒരു വാക്കാണെങ്കിലും ചില സമയത്ത് ഈ സ്വാതന്ത്ര്യത്തിനൊരു അനാഥത്വമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ അനാഥത്വം എന്ന് പറയുന്നത്, ഈ സ്വതന്ത്രനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ നിങ്ങൾ ആരാരും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ നിയന്ത്രിച്ചിരുന്നു, ഭരിച്ചിരുന്നു, നമ്മൾ സ്വാതന്ത്ര്യം മേടിക്കുകയാണ്, പിന്നെ ഒരു ഭരണഘടനയൊക്കെ. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രനാകുന്നത്, ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ നിയന്ത്രിക്കപ്പെടാനാകാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ പലപ്പോഴും അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ. ചില പിള്ളേരെ പറ്റി നമ്മൾ പറയും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങോട്ട് പോകണ്ട, അവനോട് പറയണ്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വവും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം ഈ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഒരിടത്തുമില്ല, കക്ഷി രാഷ്ട്രീയങ്ങളില്ല, ചേർവരികളില്ല, എല്ലാവരും ഒത്തുചേർന്ന് ഒരേ കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴും നിങ്ങളെ നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പലപ്പോഴും വിമുഖത പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. എന്നോട് ആവശ്യപ്പെട്ടതും പ്രകാരം നിങ്ങളുടെ പല ആവശ്യങ്ങളും നിവേദനങ്ങളായും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട്. അതിന് നിയമനിർമ്മാണങ്ങളും പോളിസി മേക്കിംഗ് അതിൻ്റെയൊക്കെ ആവശ്യകതയുള്ള കാര്യങ്ങളാണ്. ഭൂരിപക്ഷം ആവശ്യങ്ങളും അവയെല്ലാം അനുഭാവപൂർവ്വം കേൾക്കുകയും മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ അടുത്തെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും എന്നാൽ ചെയ്തു കഴിയാൻ പറ്റും. നിങ്ങളുടെ വകുപ്പിലേക്കുള്ള എത്രയോ അപേക്ഷകളാണ് ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് എന്നുള്ളത് വെച്ച് തന്നെ എനിക്കറിയാം എന്തെല്ലാം ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്നോടത് വിശദമായി പറയേണ്ടതായിട്ടില്ല. എനിക്ക് വരുന്ന ഒരുപാട് ആവശ്യങ്ങളിൽ നിങ്ങളുടെ വകുപ്പിലേക്കുള്ള കാര്യങ്ങളുണ്ട്, അത്രയധികമുണ്ട്. അത്രയും അതൊരു വലിയ ഒന്നൊന്നായി പരിഹരിക്കുക എന്നുള്ളതല്ല, ഒരു പോളിസി ചേഞ്ചിലൂടെ ഒരു വലിയ പരിഹാരം ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും പ്രതിവിധി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം നടത്താൻ നമുക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ വകുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആവശ്യം സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതിനകത്ത് എനിക്ക് ഇനി ഒരു 10-15 ചടങ്ങിലും കൂടി ഇന്നൊരു ദിവസം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്, അവിടെയെല്ലാം എത്തേണ്ടതായിട്ടുണ്ട്.
അത് അതിനുവേണ്ടിയുള്ള എൻ്റെ അവകാശ സമരത്തിന് എന്നെ വിട്ടുതരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപേക്ഷയുണ്ട്, ഒരു അവാർഡ് മാത്രം. മുൻ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ കേശവ പിള്ളയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള ഒരു പുരസ്കാരം. അതിന് ഈ വർഷത്തെ ജേതാവ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് താലൂക്കിലെ മലമ്പുഴ 2 വില്ലേജ് ഓഫീസർ ശ്രീമതി ഷീജ എസ്. Yes.